വട്ടിയൂർക്കാവിലെ ഓഫീസ് മുറി വിഷയം വിവാദമാക്കി മാറ്റിയതിൽ വി.കെ. പ്രശാന്തിനോട് സി.പി.എം പാർട്ടി നേതൃത്വത്തിന് അതൃപ്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ വിവാദം തിരിച്ചടിയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സി.പി.എമ്മിന്റെ അതൃപ്തിക്ക് പിന്നാലെയാണ് ഓഫീസ് മാറാനുള്ള തീരുമാനത്തിലേക്ക് വി.കെ. പ്രശാന്ത് എത്തിയത്. ഫോണിലെ സൗഹൃദ സംഭാഷണത്തിനിടെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും ശാസ്തമംഗലം കൌൺസിലറുമായ ആർ. ശ്രീലേഖ സംസാരിച്ച കാര്യം വിവാദമാക്കി മാറ്റിയ വി.കെ. പ്രശാന്ത് എം.എൽ.എക്ക് സി.പി.എം പാർട്ടിയിൽ നിന്ന് തിരിച്ചടി. നഗരമധ്യത്തിലുള്ള കെട്ടിടത്തിന് കുറഞ്ഞ നിരക്കിൽ വാടക നൽകുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കൂടാതെ 2026 മാർച്ച് വരെയുള്ള തുക നഗരസഭയിൽ അടച്ചു എന്ന വി.കെ. പ്രശാന്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. ഓഫീസ് മുറി വിഷയം വിവാദമായതിന് പിന്നാലെയാണ് കുടിശ്ശികയായ വാടക തുക അടച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതും സി.പി.എമ്മിന് തിരിച്ചടിയായി. ഇത് വി.കെ. പ്രശാന്തിനോടുള്ള അതൃപ്തിക്ക് ഇടയാക്കിയെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് എം.എൽ.എ. ഓഫീസ് മുറി മാറുവാനുള്ള തീരുമാനത്തിലേക്ക് വി.കെ. പ്രശാന്ത് എത്തിയത്. പരിമിതമായ ഓഫീസ് മുറിയിലെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ഇതേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എം.എൽ.എയുടെ ഓഫീസ് മുറിയിലെ കുറച്ച് സ്ഥലം കൂടി നൽകാമോ എന്ന അഭ്യർത്ഥനയാണ് വി.കെ. പ്രശാന്തിനോട് ആർ. ശ്രീലേഖ നടത്തിയത്. ഇതാണ് വി.കെ. പ്രശാന്ത് വിവാദമാക്കി മാറ്റിയത്. വർഷങ്ങളായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച അഭ്യർത്ഥന രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച വി.കെ. പ്രശാന്തിനെതിരെ പ്രതിഷേധമുയരുകയും ചെയ്തു. ആർ. ശ്രീലേഖ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഫോൺ സംഭാഷണം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലുണ്ടായ വിവാദം തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് സി.പി.എമ്മിന്റെ ആശങ്ക. ജനം, തിരുവനന്തപുരം.